കളിവീടിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ പൂജയും അർജുനും കുഞ്ഞുമായിട്ട് വീട്ടിലെത്തുകയാണ്. അവിടെ വീട് ആകെ ഒരുങ്ങി കഴിഞ്ഞിട്ട് നല്ല ഡെക്കറേഷൻസ്, നല്ല ഫുഡ് ഐറ്റംസ്, അങ്ങനെയൊക്കെ രീതിയിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അച്ഛമ്മ വന്ന് കുഞ്ഞിനെ ആരതി ഒഴിയാൻ പറയുന്നുണ്ട്. അങ്ങനെ കനകേശ് ആരതി എടുത്ത് കൊണ്ടുവരികയും മാധുരിയമ്മ കുഞ്ഞിനെയും അർജുനെയും പൂജയൊക്കെ ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് മാധുരിയോട്, നീ അല്ല മുത്തശ്ശി, നീ കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് കയറ്റ്. അപ്പോൾ മാധുരി പറയുന്നുണ്ട് വേണ്ട, അമ്മ എന്നെ ചെയ്താൽ മതി എന്ന് പറയാണ്. അങ്ങനെ അവിടെ അവർ പരസ്പരം ഒരു ചെറിയ തർക്കം. ആ ടൈമിൽ മാധുരി പറയുന്നത്, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറയാണ്, കനകേച്ചി വേണം കുഞ്ഞിനെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്താൻ. ഇത് കേട്ട് കനകേച്ചി ഷോക്കാകാൻ കേട്ടോ. കുഞ്ഞെ ഞാനോ? അതെ, കനകേച്ചിയാണ് ഇതിനെ ഏറ്റവും അവകാശപ്പെട്ടത്. പൂജമോൾ പ്രസവത്തിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ ആ നിമിഷം മുതൽ കനകേച്ചി മനമുരുകി ഇവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഡെലിവറി കഴിഞ്ഞെന്ന് വിവരം അറിഞ്ഞതിന് ശേഷമാണ് കനകേച്ചി അതൊന്ന് ആശ്വാസമായതെന്നൊക്കെ പറയാണ്. അങ്ങനെ എല്ലാവരും പറയാൻ കേട്ടോ കനകേച്ചിനോട് കുഞ്ഞിനെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്താൻ. അങ്ങനെ സന്തോഷത്തോടെ തന്നെ കനകേച്ചി പൂജയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നാലെ അർജുനും പൂജയും അച്ചമ്മയും മധു ആൻറ്റിയും എല്ലാവരും അകത്തേക്ക് പോവുകയാണ്. അകത്തെത്തിയ ഉടനെ തന്നെ മാധുരിക്ക് കുഞ്ഞിനെ കൈമാറുകയാണ്. പിന്നീട് മാധുരി പറയുന്നുണ്ട്, അമ്മ എന്നാൽ നമുക്ക് ഇന്ന് തന്നെ കുഞ്ഞിനെ പേര് വിളിച്ചാലോ? ആയിക്കോട്ടെ, അതാവാം. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, പേര് ഇന്ന് തന്നെ വേണം, അത് നൂൽക്കെട്ടിൻ്റെ അന്ന് വിളിച്ചാൽ പോരെ? നിങ്ങൾ നേരത്തെ തന്നെ പേര് കണ്ടുവച്ചിട്ടില്ല എന്ന് ചോദിക്കാണ്ട് അച്ചമ്മ. കുറേ നോക്കിയിരുന്നു, പിന്നീട് എന്തായാലും ലാസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ അച്ചമ്മയോട് കുഞ്ഞിനൊരു പേരിടാൻ വേണ്ടിയിട്ട് എല്ലാവരും നിർബന്ധിക്കാം കേട്ടോ. അവസാനം അച്ചമ്മ കുഞ്ഞിനൊരു പേര് മനസ്സിൽ കാണുകയാണ്. പൂജമോൾ എന്തായാലും കൃഷ്ണഭക്തയല്ലേ, അതുകൊണ്ട് മോക്ക് സന്തോഷമാവുന്ന പേര് തന്നെ ഇടാമെന്ന് പറയാണ്. അങ്ങനെ കുഞ്ഞിൻ്റെ ചെവിയിൽ വന്നിട്ട് കൃഷ്ണ 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 എന്ന് 3 പ്രാവശ്യം പറയാം കേട്ടോ. ഇത് കേട്ട് പൂജ പറയുന്നുണ്ട്, നല്ല പേരച്ചമ്മ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ എല്ലാവരും കൂടി സന്തോഷിച്ച് ചിരിച്ചിരിക്കുകയാണ് കേട്ടോ അവിടെ. അതേസമയം തന്നെ സ്നേഹസദനത്തിലേക്ക് കുഞ്ഞിനെയുമായിട്ട് 2 ആളുകൾ എത്തുകയാണ് കേട്ടോ. വിശ്വനാഥച്ചൻ അവരെ സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തുകയാണ്. എന്നിട്ട് മക്കളോട് പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലേക്ക് പുതിയൊരു അതിഥി വന്നു. അവിടെ വിശ്വനാഥച്ചൻ്റെ കൂടെ വസന്തനുണ്ടായിരുന്നു കേട്ടോ. ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ഉപേക്ഷിച്ച നിലയിൽ കിട്ടുന്നതാണോ അതോ അമ്മ തൊട്ടിലിൽ നിന്ന് കിട്ടിയതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിശ്വനാഥച്ചൻ. അപ്പോൾ കുഞ്ഞിനെ കയ്യിൽ വെച്ച് നിൽക്കുന്ന സ്ത്രീ പറയുന്നുണ്ട്, ഇത് ഒരു ജയിൽ പുള്ളിയുടെ കുഞ്ഞാണ്. അവർ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. കുഞ്ഞിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ ഈ കവറിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കവർ കൊടുക്കുകയാണ് കേട്ടോ വിശ്വനാഥച്ചൻ്റെ കയ്യിൽ. ഈ കവർ ഒരിക്കലും പൊട്ടിച്ചു നോക്കരുത്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കോടതിയെ സമീപിക്കേണ്ടി വന്നാൽ അന്ന് കോടതിയിലെ ഈ കവർ പൊട്ടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, ഓക്കെ, ഞാൻ പൊട്ടിക്കുന്നില്ല, ഞാൻ എടുത്ത് വെക്കാമെന്ന് പറയുന്നുണ്ട്. ആ കവറിൽ എന്തൊക്കെയോ കാര്യമായിട്ട് കുഞ്ഞിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവർ ആരുടെ കുഞ്ഞാണ് എന്താണ് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നീട് മല്ലികയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മല്ലികയുടെ ഇനി നീയാണ് ഈ കുഞ്ഞിൻ്റെ അമ്മ. അങ്ങനെ അവർ കുഞ്ഞിനെ വിശ്വനാഥന് കൈമാറുകയാണ്. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, എൻ്റെ മകൾ പൂജ ഇന്ന് അവളുടെ കുഞ്ഞുമായിട്ട് വീട്ടിൽ കയറിയ ദിവസമാണ്. ആ ദിവസം തന്നെ നമ്മുടെ വീട്ടിലും ഒരു പുതിയ അതിഥി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ആരാണ് പൂജ? അപ്പോൾ വസന്ത പറയുന്നുണ്ട്, ഇതുപോലെ വിശ്വനാഥന് കിട്ടിയ ഒരു മോളായിരുന്നു അവളും, ഇവിടെ വളർന്ന കുഞ്ഞാണ്. അപ്പോൾ വിശ്വനാഥൻ പറയുന്നുണ്ട്, അവൾ 3-ാം വയസ്സിലാണ് ഇവിടെ എത്തിയത്. പിന്നീട് ഇവിടുത്തെ കളിയും ചിരിയും ജീവനും എല്ലാം അവളായിരുന്നു. അവളുടെ ഓരോ ബർത്ത്ഡേ ഞങ്ങൾ ഇവിടെ ആഘോഷമായിട്ടാണ് നടത്താറുണ്ടായിരുന്നത്. ഇപ്പോൾ അവൾ അഡ്വക്കേറ്റ് അർജുൻ വിവാഹം കഴിച്ചിരിക്കുന്നു. അവൾ സന്തോഷമായിട്ട് അവിടെ ജീവിക്കുകയാണെന്നൊക്കെ പറയാം കേട്ടോ. ഇതൊക്കെ കേട്ട് അവർ സന്തോഷത്തോടു കൂടി തന്നെ യാത്ര പറഞ്ഞ് അവിടെ ഇരുന്ന് ഇറങ്ങി പോവാണ്. പിന്നീട് വിശ്വനാഥൻ പറയുന്നുണ്ട്, നമുക്ക് ഇന്ന് ഇവിടെ ഒരു പായസം തന്നെ ഉണ്ടാക്കണം. പുതിയൊരാൾ നമ്മുടെ വീട്ടിൽ വന്ന ദിവസമല്ലേ. അങ്ങനെ മല്ലിക കുഞ്ഞിനെയും വാങ്ങിയിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീട്ടിൽ അവരെല്ലാവരും സന്തോഷിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് നന്ദഗോപൻ അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പം അർജുന് കുഞ്ഞിനെ പേരിട്ടതും അങ്കിളും ആൻറ്റിയും വേഗം എത്തണമെന്നൊക്കെ പറയാണ്. അങ്ങനെ നന്ദഗോപൻ പറയുന്നുണ്ട്, ഈ ഒരു നിമിഷത്തിൽ ഞാൻ സന്തോഷവാർത്ത നിന്നോട് പറയാണ്, നിനക്ക് ജഡ്ജിയുടെ പൊസിഷനിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. ഇത് കേട്ട് എല്ലാവരും ഭയങ്കര സന്തോഷിക്കാട്ടോ. കുഞ്ഞ് ഇന്ന് വീട്ടിൽ വന്ന് കയറിയ ദിവസം തന്നെ നമുക്ക് 2 സന്തോഷമാണല്ലോ എന്നൊക്കെ പറയാണ്ട് അച്ചമ്മ. അതുകൊണ്ട് തന്നെ ഇന്ന് സദ്യക്ക് ഉഷാറാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അടുക്കളയിലേക്ക് പോവാണ്. കനകേച്ചി 3 തരം പായസം ഉണ്ടാക്കുന്നുണ്ട് പറയാം കേട്ടോ. ഒന്നിനും ഒരു കുറവ് വരുത്തരുതെന്ന് പറഞ്ഞ അച്ചമ്മയുമുണ്ട് ഇന്ന് അടുക്കളയിൽ. അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷിച്ച് എൻജോയ് ചെയ്ത് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നീട് സ്നേഹസദനത്തിലെ എല്ലാവർക്കും വേണ്ടി പായസമൊക്കെ വിളമ്പാണ്. വസന്തനും കുട്ടികളും മല്ലിക കുഞ്ഞുമായിട്ടും പിന്നെ വിശ്വനാഥൻ എല്ലാവരും കൂടി സന്തോഷിച്ചിരിക്കുകയാണ് കേട്ടോ. ആ ടൈമിൽ വിശ്വനാഥൻ പറയും, നമുക്ക് ഈ മൂക്കൊരു പേരിടണ്ടേ? അപ്പോൾ വസന്ത പറയുന്നുണ്ട്, അവിടെ പൂജയുടെ കുഞ്ഞിന് പേരൊക്കെ വിളിച്ചു, കൃഷ്ണ എന്നാണ് വിളിച്ചതെന്ന് പറയുന്നുണ്ട്.
ആണോ, നല്ല പേര്. പൂജമോളൊരു കൃഷ്ണഭക്ത കൂടിയാണ്. അവിടെ പൂജയുടെ കുഞ്ഞിന് കൃഷ്ണ എന്നാണ് പേര് വിളിച്ചെങ്കിൽ നമുക്ക് ഇവളെ രാധ എന്ന് വിളിക്കാം. രാധ എന്ന് ചെവിയിൽ വിളിക്കാണ്ട് വിശ്വനാഥൻ എന്നിട്ട് രാധമോളെ എന്ന് വിളിച്ച് കുഞ്ഞിന് ഉമ്മ കൊടുക്കുകയാണ്. അങ്ങനെ സ്നേഹസ്ഥനത്തിനും എല്ലാവരും സന്തോഷിക്കാൻ കേട്ടോ, പുതിയൊരു കുഞ്ഞ് വീട്ടിലെത്തിയതിൻ്റെ ഒരു സന്തോഷം. പിന്നീട് അർജുൻ്റെ വീട്ടിൽ അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ആ ടൈമിൽ അവിടേക്ക് അരുണിമയും നന്ദഗോപനും എത്തുകയാണ് കേട്ടോ. അങ്ങനെ അവരും അവരുടെ കൂടെ ചേർന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അരുണിമ പറയുന്നുണ്ട്, ഇന്നിവിടെ ഇരട്ടി മധുരമാണല്ലോ, മോള് വീട്ടിൽ വന്ന് കയറിയതും അച്ഛൻ ജഡ്ജിയായി എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് വസന്തൻ കയറി വരുന്നത്. ഇവിടെ നിന്ന് എത്ര തരം പായസമാ, സ്നേഹസദനത്തിലും ഞങ്ങൾ ഇന്ന് പായസമൊക്കെ വിളമ്പി കഴിച്ച് വരികയാണ് എന്ന് പറയാണ്. അപ്പോൾ അവിടെ എന്താ ഇന്ന് വിശേഷം എന്ന് അച്ഛമ്മ തിരക്കുന്നുണ്ട്. അവിടെ ഇന്ന് ഒരു പുതിയ കുഞ്ഞ് വന്നിട്ടുണ്ട്. പൂജയുടെ കുഞ്ഞിൻ്റെ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുഞ്ഞിനെ തന്നെയാണ് അവിടെയും കിട്ടിയിരിക്കുന്നത്. നല്ല ഐശ്വര്യമുള്ളൊരു കുഞ്ഞ്, ആ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല എന്ന് പറയാണ്. ആണോ, അതെങ്ങനെ ഒരു കുഞ്ഞിനെ ഇന്ന് അവിടെ കിട്ടിയത്? ഹോസ്പിറ്റലിൽ നിന്ന് 2 ആളുകളാണ് കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നത്. ജയിൽ ശിക്ഷയിൽ കഴിയുന്ന ഒരു തടവ് പുള്ളിയുടെ കുഞ്ഞാണെന്നാണ് പറഞ്ഞത്. അവരവിടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു. പിന്നീട് അവർ ആ കുഞ്ഞിനെ വിശ്വനാഥനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ആരാണ് ആ വ്യക്തി എന്നൊന്നും പറഞ്ഞിട്ടില്ല. കയ്യിൽ കുഞ്ഞിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഒരു കവർ കൊടുത്തിരുന്നു. പാപം ആ കുഞ്ഞ്, അതെന്ത് തെറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ പറയാൻ കേട്ടോ മധു. അപ്പോൾ വസന്ത പറയുന്നുണ്ട്, ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ എങ്ങനെയാണാവോ ആ സ്ത്രീക്ക് ഉപേക്ഷിച്ച് പോകാൻ തോന്നിയത്? എന്തൊരു ദുഷിച്ച മനസ്സായിരിക്കും അവർക്ക്. അവരുടെ മനസ്സെന്താ കല്ലാണോ എന്നൊക്കെ വസന്തൻ ഇങ്ങനെ സ്വയം അഭിപ്രായം പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പൂജയ്ക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുകയാണ് കേട്ടോ. മതി വസന്തനങ്കിൾ, ചിലപ്പോൾ ആ വ്യക്തിയുടെ ജീവിത സാഹചര്യമായേക്കാം ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്, നമുക്കറിയില്ലല്ലോ. പിന്നീട് പൂജ ഭക്ഷണം കഴിക്കുന്നിടത്ത് നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മോളൊന്നും കഴിച്ചില്ലല്ലോ, ഇവിടെ ഇരുന്ന് കഴിക്കുകയെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. എനിക്ക് വേണ്ട അച്ഛമ്മ, ഞാൻ പിന്നെ കഴിച്ചോളാം, ഇപ്പോൾ എന്തോ മനസ്സിനൊരു വല്ലാണ്ട് വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എണീക്കുകയാണ് കേട്ടോ. എന്നൊരു കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ വസന്ത പറയുന്നുണ്ട്, പൂജയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ട് വിഷമമായി തോന്നുന്നു. ഞാൻ അവളെ വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അതിൻ്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ ഓർത്തിട്ട് അതുകൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ പറയാണ്. അത് സാരമില്ല വസന്ത, അതിന് വസന്തനെ ആരും കുറ്റം പറഞ്ഞില്ലല്ലോ. പൂജയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് സങ്കടമായി കാണും, അവളുടെ പ്രകൃതം അതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് എല്ലാവരും വീട് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നീട് റൂമിലെത്തി പൂജ കുഞ്ഞിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കുഞ്ഞിൻ്റെ അരികിൽ. കുഞ്ഞ് നല്ല ഉറക്കവുമായിരുന്നു. അപ്പോൾ അവിടേക്ക് അർജുൻ വരുന്നുണ്ട്. എന്താടോ പൂജ, നീ എന്താ ഭക്ഷണം കഴിക്കാതെ എണീറ്റ് പോകുന്നത്? നല്ല സന്തോഷമുള്ളൊരു ദിവസമായിട്ട് എല്ലാവർക്കും ഒരു വിഷമമായില്ല എന്ന് പറയാണ്. ഒന്നുമില്ല അജുവേട്ടാ, എനിക്ക് ആ കുഞ്ഞിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഭയങ്കര സങ്കടം വന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും തോന്നിയില്ല. ഞാനും സ്നേഹസാധനത്തിലല്ലേ എത്തിയത്. ഞാൻ ജീവിച്ച ഓരോ സാഹചര്യങ്ങളും എൻ്റെ ഫീലിങ്സൊക്കെ ഞാനപ്പോൾ അറിയാതെ ആലോചിച്ചു പോയി. സ്വന്തം അച്ഛനും അമ്മയും ആരെന്നറിയാതെ ഒരു അനാഥയെ പോയി വളരുന്ന അവസ്ഥ എനിക്കറിയാം. അത് ഞാൻ ആലോചിച്ചു പോയതാണ്. എന്തായാലും ആ കുഞ്ഞിന് നല്ലത് മാത്രം വരട്ടെ, അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്നൊക്കെ പറയാൻ കേട്ടോ പൂജ. അജുവേട്ടാ, നമുക്ക് നാളെ അച്ഛനെ കാണാനൊന്ന് പോകണം. അച്ഛനെ കുഞ്ഞിനെ നമുക്ക് കാണിക്കണ്ടേ എന്ന് പറയാണ്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, തീർച്ചയായും നമുക്ക് അച്ഛനെ കാണണം. പിന്നെ അവിടെ വന്ന ആ കുഞ്ഞതിഥിയെയും കൂടി നമുക്ക് കാണാമല്ലോ. ഇതൊക്കെയാവും നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കുന്നത് കേട്ടോ.